ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറക്കല്ല. അപ്പം ഇന്ന് പെട്ടെന്ന് എനിക്കൊന്ന് പുറത്ത് പോകണം കേട്ടോ. പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ചൂടാണ്. അപ്പം സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണ് ഒരുങ്ങുന്നത് കേട്ടോ, ഗെറ്റ് റെഡിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് മേക്കപ്പ് ഒന്നുമില്ല, വളരെ സിമ്പിൾ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ അടിപൊളിയായിട്ട് പുറത്ത് പോകുന്നത് കേട്ടോ. നമുക്കറിയാം, നോക്കിയാലോ. എല്ലാവർക്കും സുഖമാണോ? അപ്പം എന്നെ ചൂടല്ലേ, ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല ചൂട് കാരണം. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പം ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഫേസൊക്കെ ഒന്ന് ഫേസ് വാഷ് ഒക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പകുതി പ്രോഡക്റ്റും എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്ത കേട്ടോ. അപ്പം ആദ്യമേ ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് ഫേസ് മോയ്സ്റ്റിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഫസ്റ്റ് ഇടുന്നത് കേട്ടോ. അത് ആവശ്യത്തിന് എടുത്താൽ മതി. നിങ്ങൾ ഈ ബ്രാൻഡ് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ സ്കിൻ ഏത് ടൈപ്പാണോ അതിന് അനുസരിച്ചുള്ളത് യൂസ് ചെയ്യണേ. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് കേട്ടോ, അതുകൊണ്ട് എല്ലാം ഒന്നും യൂസ് ചെയ്യാനും പറ്റത്തില്ല. മേക്കപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ അധികം ഉപയോഗിക്കുന്നില്ല കേട്ടോ, കാരണം എനിക്ക് അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനത്തെ ഈ സൺസ്ക്രീനും മോയ്സ്ചറൈസറും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ചെറിയ ഡോട്ടായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണേ. പക്ഷെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ഇത് നിൽക്കും, നമ്മുടെ സ്കിന്നിന് അബ്സോർബ് ചെയ്യും. അതുപോലെ നിങ്ങളെല്ലാം നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണേ, കാരണം ഭയങ്കര ചൂടല്ലേ, നമുക്ക് ഒരു രക്ഷയില്ല ചൂട് കാരണം. ശടപടാന്ന് ഒരുങ്ങുന്ന കേട്ടോ ഞാൻ. പക്ഷെ എനിക്കിങ്ങനെ ഇത് വീഡിയോ ചെയ്യുമ്പം ഭയങ്കര സ്ലോ ആണ്. 5 മിനിറ്റ് കൊണ്ട് ഒരുങ്ങേണ്ടത് ഞാനൊരു 10 മിനിറ്റ് എടുക്കുമായിരിക്കും. കഴുത്തിലും അപ്ലൈ ചെയ്തോണേ. ഓക്കെ, ഇനി നമുക്ക് സൺസ്ക്രീൻ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. SPF 50 ഉള്ളത് നിങ്ങളും യൂസ് ചെയ്തു കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്ന UV ഡോക്സിൻ്റെ കേട്ടോ, ഇതും ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. സൺസ്ക്രീൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ടു. നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലോട്ടസിൻ്റെ ആയിരുന്നു, അത് പക്ഷെ വലുതായിട്ട് കൊള്ളത്തില്ലായിരുന്നു. അപ്പം നമ്മളിപ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു, മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്തു കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് പൗഡർ കേട്ടോ, അത് മസ്റ്റാണേ. അപ്പം ഞാനിപ്പോൾ ബേബി പൗഡറാണ് ഹിമാലയയുടെ യൂസ് ചെയ്യുന്നത് കേട്ടോ, മോൾഡേ ആണ്. അതാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. ഈ പൗഡർ ഇട്ടില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അപ്പം ഞാൻ അത്യാവശ്യം പൗഡർ ഇടും കേട്ടോ. നമുക്ക് പെട്ടെന്ന് പൗഡർ ഇടാം. ഇതൊക്കെ നിങ്ങൾ സ്പീഡിൽ ചെയ്യണം കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സ്ലോ. എനിക്ക് ഈ ഗെറ്റ് റെഡി ഒന്നും അങ്ങനെ ഞാൻ അധികം വീഡിയോ ചെയ്യാറില്ല, കാരണം എനിക്ക് ഒത്തിരി സമയം എടുക്കുന്നത് ചെയ്യും. അപ്പം ഇന്ന് കുറച്ച് സമയമൊക്കെ കിട്ടിയുണ്ട്, മോളൊക്കെ ഉറക്കമായിരുന്നു, അപ്പം സമയമൊക്കെ കിട്ടിയോണ്ട് ഞാൻ ഇന്ന് എടുക്കാന്ന് വെച്ചു. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണാണ് ഇനി അടുത്ത സെക്ഷൻ. ഞാനപ്പം ഒരു കൺമഷിയാണേ, കൺമഷിയും അല്ലെങ്കിൽ കാജലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദ്യമേ അകത്തൊന്ന് എഴുതി കൊടുക്കുവേ. ഇത് പുറത്ത് പോകുന്നതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ, പെട്ടെന്ന് ഉള്ള പരിപാടികളുള്ളൂ. അപ്പം നമുക്കധികം സമയമില്ല. ഇപ്പം കൊച്ചും കൂടെ ആയപ്പോൾ ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് ഒരുങ്ങുന്നത്, കാരണം അതിനുള്ള സമയമൊന്നും കിട്ടാറില്ലല്ലോ. അപ്പം ഒരു കൺമഷി വെച്ച് കണ്ണൊക്കെ എഴുതി. ചില കൺമഷിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ അകത്തൊക്കെ നീറും കേട്ടോ.
നമുക്ക് ഐലൈനർ യൂസ് ചെയ്യാം. ഡാസ്ലറിൻ്റെ ഐലൈനറാണ്. ഒരുപാട് ഇതായിട്ട് ഞാൻ എഴുതുന്നില്ല കേട്ടോ, വളരെ ലൈറ്റായിട്ടാണ് എഴുതുന്നത്. ഇല്ല, എൻ്റെ കണ്ണ് നിങ്ങൾ കാണണം, ഭയങ്കര ഇതായിരിക്കും. കരി ഞാൻ എന്ത് ചെയ്താൽ വേണേലും വാരിക്കൊരുത്തേക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലേ. ഇനി അകത്ത് നമ്മൾ ക്യാമറ നോക്കി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. മസ്കാര ഒന്നും ഇടുന്നില്ല കേട്ടോ ഞാൻ, കാരണം സിറ്റുവേഷൻ അനുസരിച്ച് മേക്കപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനുള്ള മേക്കപ്പ് മതി, ഒരുപാടൊന്നും വേണ്ട. ഇപ്പം മസ്കാരയുടെ ഒന്നും ആവശ്യമില്ല, വേറെ ഫൗണ്ടേഷൻ ഇല്ല, കൺസീലറില്ല, അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. കാരണം എൻ്റെ സ്കിന്നൊന്നും പറ്റത്തില്ല. പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഒരുപാട് മറ്റേ ഹോം റെമഡീസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നല്ല രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം, വീഡിയോ ഇട്ട് തരാവേ. കാരണം എനിക്ക് ഒരുപാട് ടിപ്സൊക്കെ അറിയാം. ഞാനപ്പോൾ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്യാത്ത, കാരണം ഞാനില്ലെങ്കിൽ ചെയ്ത് കാണിക്കണ്ടേ. പിന്നെ ഐബ്രോ ഞാൻ ഓൾറെഡി നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നേ. അപ്പം ഐബ്രോ എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഔട്ട്ലുക്കിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് ഐബ്രോ. അപ്പം നമ്മൾ എന്തായാലും ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യാൻ പോകുന്നത് സാധാ ഒരു ഐബ്രോ പെൻസിലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോ പൗഡർ ഇല്ലേ, അത് ബ്ലാക്കും ബ്രൗണും ഉണ്ട്. അതിനകത്ത് എനിക്ക് ബ്ലാക്കാണ് പൊതുവേ ഇഷ്ടം. ഐബ്രോ പെൻസിലാണെങ്കിലും ബ്രൗൺ ഇഷ്ടമുള്ളവർ അത് യൂസ് ചെയ്യട്ടോ. ജസ്റ്റ് നമ്മളിങ്ങനെ കറുപ്പിച്ചെടുത്താൽ മതി. ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അധികം ഇതാക്കുന്നില്ല. ഐബ്രോ എഴുതണം കേട്ടോ നിങ്ങൾ, ഇല്ലെങ്കിൽ നമ്മുടെ ആ ലുക്ക് പോക്കാം. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് മാഴ്സിൻ്റെ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. 01 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അതും ഒരുപാട് ഇടുന്നില്ല കേട്ടോ, വളരെ മിനിമം ആയിട്ടുള്ളത് മാത്രമേ ഇടുന്നുള്ളൂ. എനിക്കിങ്ങനെ കൈ കൊണ്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല കേട്ടോ. കാരണം ചിലപ്പം ഇടുമ്പോൾ ഒരുപാട് കൂടി. ഞാനിപ്പം അല്ലാതെ പോകുന്നതാണെങ്കിൽ നന്നായിട്ട് ഇടും കേട്ടോ. പക്ഷെ ഇതിപ്പം കുറച്ചും കൂടെ വേണമെങ്കിൽ ഇടാൻ തോന്നല്ലേ. ലിപ് ലൈനറോ അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ലേ. നമ്മുടെ കണ്ണിന്റെ മേളിൽ പറ്റി, അതാണ് ഒരു പ്രോബ്ലം. സെറ്റായില്ലേ. ഇനി പൊട്ട് ഈ ബ്ലാക്ക് പൊട്ടാണ്. എനിക്ക് കുറച്ച് വലിയ പൊട്ടൊക്കെ ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ തോന്നും, ഇതെങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇന്നിപ്പം ഒരു വെറൈറ്റിക്ക് ഇതിരിക്കട്ടെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ചെറിയ പൊട്ടാണ് ഞാൻ എടുത്തോടുന്നത് കേട്ടോ. തലയൊക്കെ ഞാൻ കെട്ടിയിട്ട് എല്ലാം ഒന്ന് ഒരുങ്ങിയിട്ട്, ഇനി ബാക്കി പ്രത്യേകിച്ചൊന്നുമില്ല, തലയൊന്ന് കെട്ടണം. വേണമെങ്കിൽ നമുക്ക് സിന്ദൂരം യൂസ് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ, കാരണം എനിക്ക് ചിലപ്പോൾ ഈ അലർജിയൊക്കെ വരുന്നത്, ചില സമയത്ത് എനിക്ക് ചൊറിച്ചിലും അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഇതാട്ടോ. അപ്പം നമുക്ക് ചെറുതായിട്ട് തൊട്ടാൽ മതി. ഈ ലുക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുകൂടെ അപ്ലൈ ചെയ്തേക്കാം.
ഒരുപാട് വാരിക്കോരി തേക്കരുത് കേട്ടോ, കാരണം ഇപ്പോഴത്തേക്ക് കെമിക്കലാണ്. ജസ്റ്റ് പക്ഷെ അത് പറ്റിയില്ലെന്നൊന്നുമില്ല, ചെരിഞ്ഞു പോയോ എന്നൊരു ഡൗട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കല്ല. എങ്കിലേ ഇതുപോലത്തെ ഉള്ള കൂടുതൽ വീഡിയോസൊക്കെ കിട്ടത്തുള്ളൂ, നിങ്ങൾക്ക് കാണാൻ കഴിയത്തുള്ളൂ. അപ്പം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നിക്ക്. ഞാൻ തലയൊക്കെ കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കാണാം.